എല്ലാവർക്കും നമസ്കാരം. സ്റ്റാൻഡ് എലോൺ അഥവാ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് വെച്ചാൽ ഈ ആനയൊക്കെ ഒറ്റയാനെ പോലെ നിൽക്കുക എന്നൊരർത്ഥമല്ല. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു ഭക്തന് കിട്ടുന്ന കരുത്ത് ഒപ്പം ദൈവമുണ്ടെന്നുള്ള ബോധ്യമാണ്. വിശ്വാസ ജീവിതമാണ് ആത്മവിശ്വാസം നമ്മിൽ പകരുന്നത്. തൻ്റെ ജനത്തിനു വേണ്ടി സംസാരിക്കുവാൻ മോശ ഫറവോന്റെ സന്നിധിയിലേക്ക് പോകുന്നുണ്ട്. ഫറവോൻ, രാജധാനി, ഭടന്മാർ, സൈന്യം, അധികാരം, ഇതെല്ലാം അവൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നിൽക്കുന്നുണ്ട്. അതൊന്നും അവിടെ അവന് ഫേവറല്ല. പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാനുള്ള കരുത്ത് മോശയ്ക്ക് എവിടുന്നാ കിട്ടിയത്? അയച്ചവൻ ദൈവമാണെന്നും ദൈവം ഒപ്പമുണ്ടെന്നുമുള്ള ബോധ്യമാണ് അവനെ നയിക്കുന്നത്. എപ്പോഴും അനുകൂലമായൊരു സാഹചര്യം ജീവിത പരിസരങ്ങളിൽ നമുക്കുണ്ടാകണമെന്നില്ല. അത്തരം നിമിഷങ്ങളിലൊക്കെ തളരാതെ വാടാതെ നിൽക്കണമെങ്കിൽ എന്നെ അയച്ചത് ദൈവമാണെന്നും ദൈവം എൻ്റെ ഒപ്പമുണ്ടെന്നുള്ള ബോധ്യം നമ്മെ നയിച്ചേ മതിയാകൂ. പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും കച്ചവടച്ചരക്ക് പോലെ വിൽക്കപ്പെടുമ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോഴും യൗസേപ്പ് തളർന്നു പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? പ്രസ്തുത നിമിഷങ്ങളിൽ അവൻ്റെ അപ്പനോ സഹോദരങ്ങളോ ബന്ധുമിത്രാദികളോ ആരും ഒപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ അപ്പനേക്കാൾ ഉറ്റ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ബോധ്യമാണ് തളരാതെ പതറാതെ ആത്മവിശ്വാസത്തോടെ തലയുയർത്തി ജീവിക്കുവാൻ അവന് കരുത്തു കൊടുത്തത്. പൗലോ കൊയ്ലോ എഴുതുന്നുണ്ട്, കണക്ട്സ് സോളിറ്റ്യൂഡ് വിത്ത് ദ ട്രൂ നോളജ്. നിന്റെ ഏകാന്തതകളെ പരമജ്ഞാനവുമായി ബന്ധപ്പെടുത്തണം. എന്താണ് പരമജ്ഞാനം? നമ്മുടെ ദൈവമാണ്. ക്രൂശിന്റെ പരിസരം നമ്മളൊന്ന് നോക്കിക്കേ. ക്രിസ്തുവിന് ഫേവറായിട്ട് അവിടെ ഒന്നുമില്ല. ജനക്കൂട്ടത്തിന്റെ പരിഹാസം, അധികാരികളുടെ തലതിരിഞ്ഞുള്ള വിധി, നിന്ന, ഉപദ്രവം, പ്രാർത്ഥനാപൂർവമാണ് ക്രിസ്തു കരുത്തോടെ ക്രൂശിലായിരിക്കുന്നത്. കുരിശുമരത്തിലെ വാടിത്തളർന്ന ഇലയല്ല ക്രിസ്തു. ഉയർക്കുവാനുള്ള ത്വരയോടെയാണ് അവന്റെ കബറടക്കം അവസാനിക്കുന്നത്. ജീവിതത്തിന്റെ കുരിശിടങ്ങളിൽ വാടിയ ഇല പോലെ ജീവിക്കാനല്ല, ഹരിതാപമായ കരുത്ത് കാത്തു സൂക്ഷിച്ച് ജീവിക്കാനാണ്. ഒരിക്കലും നീ ഒറ്റയ്ക്കല്ല, നിന്റെ ഒപ്പം ദൈവമുണ്ട്. അതുതന്നെയാണ് ഒരു ഭക്തന്റെ കരുത്ത്. സ്റ്റാൻഡ് അലോൺ. ഞാൻ എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം അത് മൂല്യമുള്ളതാകിയാൽ എൻ്റെ കർത്താവ് എൻ്റെ ഒപ്പമുണ്ടെന്നുള്ള ബോധ്യം അതെപ്പോഴും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, അവിടുന്ന് ഓരോ നിമിഷങ്ങളിലും പകർന്നു തരുന്ന ആത്മവിശ്വാസത്തിനും കരുത്തിനും ബലത്തിനുമായി സ്തോത്രം. അങ്ങയുടെ കരുണയിലും കൃപയിലുമാണ് ഞങ്ങൾ ആശ്രയം കണ്ടെത്തുന്നത്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ആരെ ഭയപ്പെടുമെന്ന സങ്കീർത്തന വാക്യം ഹൃദയത്തിൽ പ്രത്യേകമായി ധ്യാനിക്കുന്നു. യേശുവേ, ജീവിത പരിസരങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് അനുകൂലമാകണമെന്നില്ല. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ കർത്താവ് എനിക്കൊപ്പമുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ തല നിവർത്തി നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ, അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.